കൂട്ടുകാരെ, ഞങ്ങൾ ഇന്ന് കൊച്ചുമക്കൾക്ക് വേണ്ടി ഒരു കുഞ്ഞു കഥ പറയാം കേട്ടോ. ഈ കഥയെ ഞാൻ ന്യൂജൻ കഥ എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ ഒരു കഥയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് റെസ്പോണ്ട് ചെയ്യണം, മൂളിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ ആനയും കുറുക്കനും ഭയങ്കര ഫ്രണ്ട്സാണ്. അവരങ്ങനെ കാട്ടിൽ കൂടെ അവരിങ്ങനെ നടന്നു പോകുമായിരുന്നു കേട്ടോ. അവരെന്തിനാ കാട്ടിൽ കൂടെ പോയേ? കാടൊക്കെ ഒന്ന് ചുറ്റി കണ്ടു വരാൻ വേണ്ടി അവരിങ്ങനെ പോയതാണ്. അപ്പോൾ അവരങ്ങനെ ചെന്നപ്പോഴേക്കും കുറച്ച് മൃഗങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ കൂടി നിൽക്കുന്നു. അവരിങ്ങനെ കൂടി നിൽക്കുക. അപ്പോൾ ചോദിച്ചു, എന്താ ഫ്രണ്ട്സ്, എന്താ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്നതെന്ന് ചോദിച്ചു. ആരൊക്കെയുണ്ട് അവിടെ? കരടിയുണ്ട്, കടുവയുണ്ട്, അതുപോലെ പുലിയുണ്ട്, ഇവരെല്ലാവരും, മങ്കിയുണ്ട്. അതിൻ്റെ ഒപ്പം 2 ചങ്ങാതിമാരും കൂടി ഉണ്ട്. ആരൊക്കെയത്? മുയലും ആമയും. അവർ രണ്ടുപേരും ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത്, ഇവരെല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ചങ്ങാതിമാരങ്ങ് ചെല്ലുന്നത്, ആനയും കുറുക്കച്ചനും. അപ്പം മങ്കിയോട് ചോദിച്ചു, എന്താ ചങ്ങാതിമാരെന്ന് ചോദിച്ചില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഒരു ഓട്ട മത്സരം നടക്കുവാണ്. ഓട്ട മത്സരം നടക്കുവാണ്. ഓട്ട മത്സരത്തിൽ ആരാ വിജയിക്കുന്നതെന്ന് അറിയണം. പണ്ടെങ്ങാണ്ട് മുയൽ മുത്തച്ഛനെ ആമയുടെ മുത്തച്ഛൻ തോൽപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇന്നും ആമ നെഞ്ചും വിരിച്ചാൽ നടക്കുന്നത്. മുയലാണെങ്കിൽ വളരെ സങ്കടപ്പെട്ട് തലയും താത്തിയാണ് നടക്കുന്നത്. ഓട്ടപ്പന്തയത്തിൽ ആർക്കാണ് നല്ല സ്പീഡുള്ളത് ഓട്ടത്തിൽ? പീക്കുനറിയാവോ? മുയലിന്. അപ്പോൾ ഇങ്ങനെ അവർ പന്തയം തുടങ്ങി. കുരങ്ങ് സ്റ്റാർട്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് 2 കുതിപ്പിന് മുയലങ്ങ് ചാടി. ആമ പതുക്കെ എഴഞ്ഞ് അങ്ങ് പോയി. എഴഞ്ഞ് പിള്ളേരെ ഞാൻ ഉറക്കുമ്പോഴേ ഒത്തിരി എഴയും. എന്നിട്ടാണ് ഞാൻ അന്നേരത്തിനും പിള്ളേർ ഉറങ്ങും കേട്ടോ. പകുതി എഴയുമ്പോഴേക്കും പിള്ളേരങ്ങ് ഉറങ്ങും. എഴഞ്ഞ് അങ്ങ് പോയി. എന്നിട്ട് മുയൽ ഓടി അങ്ങ് ചെന്ന് കുറേ ദൂരെ അങ്ങ് ചെന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പം ആമ പതുക്കെ ഉറുമനങ്ങുന്ന വേഗതയിൽ വരുന്നതേ ഉള്ളൂ. ഇത് കണ്ടപ്പോഴേക്കും മുയൽ വിചാരിച്ചു, നല്ല ക്ഷീണമായി, ഓടി മടുത്തു, എന്തായാലും അവിടുന്ന് ആമ വരുന്നതേ ഉള്ളൂ, എന്നാൽ പിന്നെ പതുക്കെ നമുക്ക് അങ്ങോട്ട് പോകാം, ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ല തണലൊക്കെ ഉള്ള ഒരു മരം. ആ മരത്തിൻ്റെ കീഴിൽ പോയി പതുക്കെ ആ മരത്തിൻ്റെ വേരിലിരുന്നിട്ട് ആ തായ്തടിയിലോട്ട് പതുക്കെ അങ്ങ് ചാരി. അന്നേരം അങ്ങനെ ചാരി ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും നോക്കുമ്പോൾ ദാ കിടക്കുന്നു ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റ് മുയലിന് ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പോൾ മുയൽ ഒരു ക്യാരറ്റ് എടുത്ത് അങ്ങ് കടിച്ചു. നല്ല മധുരം അല്ലേ? അപ്പോൾ ആ ക്യാരറ്റ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല ഉറക്കം വന്നു. മുയൽ പതുക്കെ കണ്ണടച്ച് ഉറങ്ങാൻ തുടങ്ങി. നന്നായിട്ട് ഉറങ്ങി. ആമയോ പതുക്കെ എഴഞ്ഞ് വന്നുകൊണ്ടിരിക്കുമല്ലേ? അപ്പോൾ ആമ അവിടെ വന്നു വെച്ചിട്ട് നോക്കുമ്പോൾ മുയലച്ചൻ അവിടെ ഇരുന്ന് ഉറങ്ങുന്നു. അപ്പോൾ ആമ എന്ത് ചെയ്തു? പമ്മി അങ്ങ് പോയി. ആമ ഫിനിഷിങ് പോയിന്റിലെത്തി. എല്ലാവരും കൈയടിച്ചു അല്ലേ? എല്ലാവരും ഇങ്ങനെ കൈയടിച്ചു. മൃഗങ്ങളെല്ലാവരും കൈയടിച്ചു. അന്നേരം പെട്ടെന്ന് ഈ കൈയടിക്കുന്ന ശബ്ദം കേട്ടോണ്ട് ഞെട്ടി ഉണർന്നു മുയൽ. ഞെട്ടി ഉണർന്നു കഴിഞ്ഞപ്പോഴേക്കും നോക്കുമ്പോൾ അയ്യോ അവിടെ കയ്യടിയൊക്കെ നടക്കുന്നു. അപ്പോൾ ഇനി വേഗം ചെന്നേക്കാന്ന് ഓർത്തുകൊണ്ട് അവിടുന്ന് മുയലച്ചൻ പതുക്കെ ചാടി എഴുന്നേറ്റ് ഓടി ഫിനിഷിംഗ് പോയിന്റിലെത്തി. അവിടെ എത്തിയപ്പോൾ എന്താ കണ്ടത്? ആമ പൂമാലയൊക്കെ ഇട്ട് ഇങ്ങനെ മിടുക്കനായിട്ട് നിൽക്കുക. എന്താണ് കൂട്ടുകാരെ ഈ കഥയുടെ ഗുണപാഠം? നമ്മൾ അലസത വെടിഞ്ഞ് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് വിജയത്തിലെത്താൻ കഴിയുകയുള്ളൂ. മടി പിടിച്ചിരുന്നാൽ അന്നായാലും ഇന്നായാലും വിജയത്തിലെത്താൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫിനിഷിംഗ് പോയിൻ്റ് നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ ആ ഇടയ്ക്ക് വരുന്ന തടസ്സങ്ങളെയെല്ലാം മാറ്റി വളരെ സ്മൂത്തായിട്ട് നന്നായിട്ട് പഠിച്ച് നല്ല മിടുക്കരായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.